വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ ഈ സ്വന്തം മിഥുലാമിസ് ആണ്. അങ്ങനെ മക്കളെ, ഇതാ ക്ലാസ്സുകളൊക്കെ തുടങ്ങാൻ പോവുകയാണ്, സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസത്തിൽ നിന്നും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓൾറെഡി നമ്മൾ യൂട്യൂബ് ക്ലാസ് കൊടുത്തു. അസ്ട്ര ബാച്ചിലെ മക്കളാണെങ്കിൽ സെക്കൻഡ് ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ എന്നാലും ഇനിയും കുറേ മക്കളുണ്ട് ഇതിലൊന്നും തന്നെ അറ്റൻഡ് ചെയ്യാത്തവരല്ലേ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അവർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും വീഡിയോ കാണാവുന്നതാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണെങ്കിൽ ഒരിക്കൽ കൂടി ഓർത്തെടുക്കാനും ഇനി അറിയാത്തതാണെങ്കിൽ അറിഞ്ഞിരിക്കാനും നിങ്ങൾക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് യൂസ്ഫുൾ ആകും. അപ്പൊ അവസാനം വരെ കാണണം. ഓക്കെ, ശരി. അപ്പൊ ആദ്യം തന്നെ മക്കളെ, ആദ്യം നമുക്ക് അറിയാലോ, ഫസ്റ്റത്തെ 2 ചാപ്റ്റർ എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഓർഗാനിക് കെമിസ്ട്രിയിലെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇത് നിങ്ങൾ 9th ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാലും ഒരിക്കൽ കൂടി ഓർത്തിരിക്കാം. ഹൈഡ്രോ കാർബൺസ്, കാർബണും ഹൈഡ്രജനും ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ടുകളാണ് അല്ലെ. ഈ ഹൈഡ്രോ കാർബണിനെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. സാറ്റുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്നും അൺസാറ്റുറേറ്റഡ് എന്നും അല്ലെ. പൂരിതമെന്നും അപൂരിതമെന്നും 2 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. സാറ്റുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ളത് സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതിനെ നമ്മൾ സാറ്റുറേറ്റഡ് അല്ലെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബൺസ് എന്ന് പറയും. ഇനി കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾക്ക് അൺസാറ്റുറേറ്റഡ് അല്ലെങ്കിൽ അപൂരിതം എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. ആൽക്കീൻസും ഉണ്ട്, ആൽക്കൈൻസും ഉണ്ട്. ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ ആരാ? കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് ഉള്ളവരെയാണ് നമ്മൾ ആൽക്കീൻസ് എന്ന് പറയുന്നത് അല്ലെ. ഇനി കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധനമുള്ളവരെ നമുക്ക് ആൽക്കൈനുകൾ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോ ആൽക്കീൻസ് ഉണ്ട്, ആൽക്കീൻസ് ഉണ്ട്, ആൽക്കൈൻസ് ഉണ്ട്. ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ്, അവർ സാറ്റുറേറ്റഡ് ആണ്. ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണ്. ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണ്. ഇവര് 2 പേരും അൺസാറ്റുറേറ്റഡ് അല്ലെങ്കിൽ അപൂരിത ഹൈഡ്രോ കാർബൺ ആണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി മക്കളെ, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലമാണ്. നിങ്ങൾ ഇവിടെ IUPAC നോമൻക്ലേച്ചർ ഒക്കെ പഠിക്കും അല്ലെ. IUPAC നോമൻക്ലേച്ചർ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അല്ലെ, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. അതായത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം മാറുന്നതനുസരിച്ച് കോമ്പൗണ്ടുകളുടെ പേര് മാറാറുണ്ട്. ആ പേര് തുടങ്ങുന്നത് എങ്ങനെയാണോ അതിനെയാണ് നമ്മൾ വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലം എന്ന് പറയുക അല്ലെ. അപ്പൊ ഒരു കാർബൺ ആറ്റമാണ് ഉള്ളതെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിന്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് മെത്ത് എന്ന് വെച്ചിട്ടായിരിക്കും അല്ലെ. അപ്പൊ ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ മെത്ത് വെച്ചിട്ടാണ് നമ്മുടെ കോമ്പൗണ്ടിന്റെ പേര് സ്റ്റാർട്ട് ചെയ്യുക, മീഥെയിൻ എന്ന് പറയും. ഇനി 2 കാർബൺ ആറ്റം ആണെങ്കിൽ വെച്ചിട്ട് നമ്മൾ പേര് സ്റ്റാർട്ട് ചെയ്യും, ഈഥെയിൻ, ഈഥീൻ, ഈഥൈൻ എന്നൊക്കെ പറയാം അല്ലെ. 3 കാർബൺ ആറ്റം ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ആറ്റം ആണെങ്കിൽ ബ്യൂട്ട്, 5 കാർബൺ ആറ്റം ആണെങ്കിൽ പെന്റ, ഇനി 6 കാർബൺ ആറ്റം ആണെങ്കിൽ ഹെക്സ, 7 കാർബൺ ആറ്റം ആണെങ്കിൽ ഹെപ്റ്റ, 8 കാർബൺ ആറ്റം ആണെങ്കിൽ ഒക്ട, 9 ആണെങ്കിൽ നൊണ്ണ്, 10 ആണെങ്കിൽ ഡെക്ക. ഇങ്ങനെയാണ് വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലം വരിക. മലയാളത്തിലും ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ, ഹെപ്റ്റ, ഒക്ട, നൊണ്ണ്, ഡെക്ക. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ഇപ്പോ ഇനി നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നെയിമിംഗ് ഓഫ് ആൽക്കെയിൻസ് ആണ്. ആൽക്കെയിനുകൾ, ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനം ഉള്ളവരായിരുന്നു അല്ലെ. അപ്പൊ ഇവർക്ക് പേര് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? വേർഡ് റൂട്ടിനോടൊപ്പം, നമ്മുടെ വേർഡ് റൂട്ടിനോടൊപ്പം എയിൻ എന്ന് ചേർക്കണം അല്ലെ. പദമൂലത്തോടൊപ്പം എയിൻ എന്ന് ചേർക്കണം. എക്സാമ്പിൾ, CH4 ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു കാർബൺ ആറ്റം മാത്രമുള്ള ഒരാളാണ് അല്ലെ. ഒരു കാർബൺ ആറ്റം മാത്രമുള്ള ആൽക്കെയിൻ ആണ്. ഒരു കാർബൺ ആറ്റം ഉള്ളെങ്കിൽ നമ്മുടെ വേർഡ് റൂട്ട് എന്താ? മെത്ത് എന്ന് വരും അല്ലെ. അപ്പൊ ഇതൊരു ആൽക്കെയിൻ ആയതുകൊണ്ട് ഇതിനോട് AN ചേർക്കാം, മീഥെയിൻ. ഇനി ഇതാ അടുത്ത ആളെ നോക്കിക്കോ, CH3, CH2, CH3. ഇവിടെ 3 കാർബൺ ആറ്റം ഉണ്ട് അല്ലെ. അപ്പൊ 3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ വേർഡ് റൂട്ട് എന്താ? മെത്ത്, എത്ത്, പ്രൊപ്പ് എന്ന് വരും അല്ലെ. സോ ആൽക്കെയിൻ ആണ്, അതുകൊണ്ട് പ്രൊപ്പിനോട് നമ്മൾ എയിൻ എന്ന് ചേർക്കണം. അപ്പൊ ഇവന്റെ പേര് പ്രൊപ്പെയിൻ എന്ന് വരും. ഇനി അടുത്തതാണ് നെയിമിംഗ് ഓഫ് ആൽക്കീൻസ് ആൻഡ് നെയിമിംഗ് ഓഫ് ആൽക്കൈൻസ്. ഓക്കെ, അപ്പൊ നെയിമിംഗ് ഓഫ് ആൽക്കീൻസ് എന്ന് പറയുമ്പോൾ വേർഡ് റൂട്ടിനോടൊപ്പം
വേർഡ് റൂട്ടിനോടൊപ്പം അല്ലെങ്കിൽ പദമൂലത്തോടൊപ്പം നമ്മൾ ENE അല്ലെങ്കിൽ ഈൻ എന്ന് ചേർക്കും. ഇതാ നോക്കിക്കോ, CH2 ഡബിൾ ബോണ്ട് CH2 രണ്ട് കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കീൻ ആണ് അല്ലെ. രണ്ട് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ വേർഡ് റൂട്ട് എന്താ വരിക? മെത്ത് എത്ത് എന്നാ വരിക അല്ലെ. ആൽക്കീൻ ആയതുകൊണ്ട് പേരിനോടൊപ്പം നമുക്ക് ENE ചേർക്കാം. ഈഥീൻ എന്ന് വന്നു. 3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ പ്രൊപ്പീൻ എന്ന് വന്നു. 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ബ്യൂട്ടീൻ. അപ്പൊ വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലത്തോട് ഈൻ എന്ന് ചേർത്താൽ മതി. ഇനി ആൽക്കൈൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആണ്. വേർഡ് റൂട്ടിനോടൊപ്പം നമ്മൾ YNE ഐൻ എന്ന് ചേർക്കുക. YNE എന്ന് ചേർക്കുക അല്ലെ. അപ്പൊ നോക്കിക്കേ, CH ട്രിപ്പിൾ ബോണ്ട് CH നോക്ക്, 2 കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കൈൻ ആണ്. 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ പദമൂലം എന്താ വരിക? മെത്ത് എത്ത് തന്നെയാണ് അല്ലെ. ഇത് ട്രിപ്പിൾ ബോണ്ട് വന്നത് കൊണ്ട് ഒരു ആൽക്കൈൻ ആണ്. അതുകൊണ്ട് പദമൂലത്തോടൊപ്പം വേർഡ് റൂട്ടിനോടൊപ്പം നമ്മൾ YNE എന്ന് ചേർക്കുക. ഈഥൈൻ എന്ന പേര് വരും. അപ്പോൾ ഇത് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് ക്ലാസിഫിക്കേഷൻസ്, അതേപോലെ വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോമൻക്ലേച്ചർ, ആൽക്കെയിൻസ്, ആൽക്കീൻ, ആൽക്കൈൻസ്, ഇത് മൂന്നും എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക. ഇനി മറന്നു പോയവർക്കൊക്കെ ഓർത്തെടുക്കാനും ഇനി അറിയില്ല എങ്കിൽ അത് പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ മക്കൾ ഇത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കാണാനായിട്ട് പറയാ. അപ്പൊ മക്കളെ, അസ്ട്ര ബാച്ചിൽ ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ അസ്ട്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി ഇതേപോലെ ഏത് ടോപ്പിക്കാണ് ഫസ്റ്റ് ചാപ്റ്ററിന് വീഡിയോ വേണ്ടതെന്ന് എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. ആ വീഡിയോ ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. സോ ദിസ് ഇസ് മീ, നിങ്ങളുടെ സ്വന്തം മിഥില മിസ്, സൈനിങ് ഓഫ്. ബൈ ബൈ. ചക്രിയുമ്മ.